തആല നമുക്ക് ഹിദായത്ത് തന്ന ശേഷം ആ ഹിദായത്തിന്റെ ശേഷം അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് സുൽത്താനുൽ ഉലമയുടെ കാലത്ത് ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയത്. സുൽത്താനുൽ ഉലമയുടെ പ്രസ്ഥാനത്തിൽ ചേർന്നു നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്. സുൽത്താനുൽ ഉലമയുടെ പ്രസ്ഥാനത്തിന്റെ ഖാദിമീങ്ങളാകാനുള്ള മനസ്സ് നമ്മിലേക്ക് തന്നത്, അവിടുത്തെ അനുയായിയോ ശിഷ്യനോ ആകാനുള്ള അവസരം അല്ലാഹു നമ്മൾ തന്നത്. അതേ മഹാനായ സുൽത്താനുൽ ഉലമയുടെ കൂടെ നിന്നതിന്റെ പേരിലോ നമുക്ക് ഇന്ന് വരെ തലകുനിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. എന്നാൽ അതേ നമ്മളെ തലകുനിപ്പിക്കാൻ എന്തൊക്കെ പണി ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ അടിവേരോടെ നമ്മുടെ അസ്തിത്വത്തെ അടിവേരോടെ അറുത്തു മാറ്റാനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിരിച്ചുവിടൽ എത്ര കണ്ടിട്ടുണ്ട്, ഭക്ഷണം മുടക്കൽ എത്ര കേട്ടിട്ടുണ്ട്. അതെ അന്ന് മഹാനായ താജുൽ ഉലമ തങ്ങള്, മഹാനായ സുൽത്താനുൽ ഉലമ, ഉറച്ചു പറയട്ടെ മുസ്ലിമീങ്ങള്, അള്ളാഹുവിൽ നിന്നുള്ള വിലായത്തിന്റെ വിശുദ്ധമായ തലങ്ങളിൽ നേടപ്പെടുന്ന വലിയ ഒരു ഭാഗ്യമുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതെ അള്ളാന്റെ ഔലിയാക്കൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടതില്ല, ഒന്നിന്റെ പേരിലും അവർ ടെൻഷൻ ആവുകയുമില്ല. അതെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കോളോ. മഹാനായ താജുൽ ഉലമ ഈ പണ്ഡിത സമൂഹത്തിന്റെ നവോത്ഥാന ശ്രമങ്ങൾക്ക്, അതെ ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നവജാഗരണ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി, ഒരു പുതിയ രീതി നേതൃത്വം നൽകി. അവിടെ നിന്ന് ഈ സമൂഹത്തെ അഭിസംബോധനം ചെയ്യുന്ന കാലത്ത് മഹാനായ സുൽത്താനുൽ ഉലമ അതിന്റെ പടയോട്ട കാർമ്മികത്വം വഹിക്കുന്ന കാലത്ത് ഇന്നത്തേതുപോലെയല്ല. അന്നത്തെ നമ്മുടെ ശത്രുക്കൾ വൻമരങ്ങളാണ്. അന്ന് നമ്മുടെ എതിർപക്ഷത്തുണ്ടായിരുന്നത് സകല അധീശാധിപത്യങ്ങളോടെയും അധികാരങ്ങളോടെയുമുള്ള വൻമരങ്ങളും മലകളുമാണ്. ആ മലകൾക്കിടയിലൂടെ ആ വൻമരങ്ങളോട് ആദർശ പക്ഷത്തു നിന്ന് ഏറ്റുമുട്ടിക്കൊണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ ആ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും പീഡനങ്ങളും പരാക്രമങ്ങളും ഒന്നോ അവരുടെ മനസ്സ് പിടിച്ചു കൊലുക്കിയിട്ടില്ലെങ്കിൽ, അവരുടെ മനസ്സിനെ ഭയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അതേ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ആ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന്റെ പിറകിൽ നമ്മൾ അച്ചടക്കത്തോടെ, നമ്മൾ ആത്മാർത്ഥതയോടെ അണിയുറപ്പിച്ചു നിന്നപ്പോൾ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അതേ റബ്ബിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, അതേ നമുക്ക് രക്തസാക്ഷികൾ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പരമാധികാരത്തിന്റെ പീഡകളിൽ പിടിച്ചു നിർത്തിയിട്ട് തലക്കകത്ത് കമ്പിപ്പാര അടിച്ചു കയറ്റിയ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ ക്രൂരമായി പേപ്പട്ടിയെ പോലെ തെരുവിലിട്ട് വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ അറുകൊല ചെയ്യപ്പെട്ട കാലുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളുടെ പർവ്വതങ്ങൾ താണ്ടിക്കടന്നാണ് നമ്മൾ കടന്നു വന്നത്. കാലുഷ്യങ്ങളുടെ കനൽപദങ്ങളിൽ എത്രയാണ് നമുക്ക് ചവിട്ടി നിൽക്കേണ്ടി വന്നത്. നമ്മുടെ നേതൃത്വം പതറിയില്ല. ഇന്ന് ലോകം പറയുന്നു കാന്തപുരം ശരിയായിരുന്നെന്ന്, ഇന്ന് കാലം പറയുന്നു താജുൽ ഉലമ സത്യമായിരുന്നെന്ന്. അപ്പോഴും ആ പണ്ഡിത നേതൃത്വം അഹങ്കാരത്തിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. ആരോടും ജയാപരാജയങ്ങളുടെ അളവുകോല് വെച്ച് സംസാരിച്ചിട്ടില്ല. ലിതകൂന കലിമത്തുല്ലാഹ്, എല്ലാവരും ദീന് പറയുന്നവരാകണോ, എല്ലാവരും സുന്നത്ത് ജമാഅത്ത് പറയുന്നവരാകണോ, അല്ലാഹുവിന്റെ ദീനിന്റെ ദായികളാകണോ, അല്ലാഹുവിന്റെ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണോ. ആരെങ്കിലും ആ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺകുളിർക്ക കാണാനല്ലാതെ ആസ്വദിക്കാനല്ലാതെ ജയാപരാജയങ്ങളുടെ അളവുകോല് വെച്ച് അവിടെ ഇടപെടാറില്ല. അതെ നമ്മളെ അല്ലാഹു തആല തലകുനിപ്പിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് പരീക്ഷണം തന്നിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞു പോയ സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ കാലത്ത്, ഒറ്റപ്പെടുത്തലുകളും ഭീഷണികളും നിലനിൽക്കുന്ന കാലത്ത്, കല്ലേറുകളും ആക്ഷേപങ്ങളും കൊടുമ്പിരി കൊണ്ട കാലത്ത് കല്ലേറ് വാങ്ങിയ പ്രവർത്തകരുണ്ട്, ആക്ഷേപങ്ങൾ കേട്ട ആലിമീങ്ങളുണ്ട്. അതിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്, ആഖിറം സന്തോഷമാക്കണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോട് പ്രതിബദ്ധതയുള്ള സർവ്വ ആലിമീങ്ങളെയും നീ ഒരു ചേരിയിൽ ചേർത്തു നിർത്തണേ അല്ലാഹ്. സാദാത്തുക്കളെ നീ ദീനിന്റെ ഖൈറുള്ള വഴികളിൽ ചേർത്ത് നിർത്തണേ അല്ലാഹ്. വിശ്വാസികളുടെ